ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കറിച്ചട്ടി കുക്കിംഗ് ചാനൽ. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടൊരു നമ്മുടെ ചക്കക്കുരുവിൻ്റെ ഒരു കട്ട്ലേറ്റാണ് ആക്കാൻ പോകുന്നത്. ഇത് നല്ല അടിപൊളി ക്രിസ്പി ആൻഡ് ടേസ്റ്റിയാണ്, സൂപ്പർ സാധനമാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. നല്ല സൂപ്പർ ചക്കക്കുരു കട്ട്ലേറ്റ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യമൊരു 200 ഗ്രാമോളം ചക്കക്കുരു എടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളിതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇത്. അപ്പോൾ ഇതിനെ നമുക്കൊരു കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് അത് മുങ്ങി നിൽക്കുന്നത്ര വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒരു ടീസ്പൂണോളം ഉപ്പിടുക. നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 5-6 വിസിൽ നമുക്ക് ഒരു 5-6 വിസിലടിക്കാം. ഇത് കുറച്ച് പെരിഞ്ജീരകം, കറുവപ്പട്ട, പിന്നെ ഇത് ക്ലോവ്, എന്നിട്ട് ഒരു 3 ഉണക്കമുളക് നന്നായിട്ടൊന്ന് വറക്കണം. ഇത് കുറച്ച് എണ്ണ, ഒരു ലേശ എണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തതിനെ. ഇനി അതിനെ നമുക്ക് ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യണം. നമുക്ക് അരച്ചെടുക്കണം. അരച്ച് നമുക്ക് മാറ്റി വെക്കാം ഇത്. ഇനി അതേ തവയിൽ നമ്മൾ കുറച്ച് 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുന്നു. എന്നിട്ട് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളി ഇട്ടു. ഇനി പിന്നെ ഉള്ളിയും പിന്നെ പച്ചമുളകും കൂടെ ചേർത്തു നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് കുറച്ച് ക്യാപ്സിക്കം കൂടെ ചെറുതായിട്ട് അരിഞ്ഞിടുക. നന്നായിട്ട് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ മസാല നമുക്ക് ചേർക്കാം. കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കണം നമുക്ക്. രണ്ടാക്കി ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തൊലി എടുക്കാൻ പറ്റും. ഇതുപോലെ എല്ലാ ചക്കക്കുരുവിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിടാം. ഇതിനെ ചെറുതായിട്ട് അരിയോ അല്ലെങ്കിൽ ഇതാക്കിയെടുക്കാം. കഷ്ണമാക്കിയിട്ട് നമ്മൾ ഈ മസാലയ്ക്കകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതിനെ നമ്മളെടുത്ത് ഒന്ന് ആറിയിട്ട് ചെറുതായിട്ടൊന്ന് ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ല ചൂടോടെ അരയ്ക്കേണ്ട, കുറച്ച് ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഫുള്ള് നൈസ് ആവണമെന്നില്ല. ഇതിൻ്റെ കൂടെ നമ്മൾ മറ്റേ വടക്കിടുന്ന ചപ്പും കൂടെ നമ്മൾ ഇതിന് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് കടലമാവും, 2 ടേബിൾ സ്പൂൺ കടലമാവും 1 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഉണ്ടാക്കി വെക്കുന്നു. ഈ പരുവത്തിന് നമ്മൾ കുഴച്ചെടുക്കണം. ഇനി നമ്മൾ തവ വെച്ചിട്ട് നമുക്ക് എണ്ണ ചൂടാകാൻ വയ്ക്കാം. അതേസമയം നമ്മൾ ഈ കുഴച്ച് വെച്ച മാവിനെ നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഇതുപോലെ ചെറുതായിട്ട് ഉണ്ടയാക്കിയിട്ട് എടുത്ത് വയ്ക്കാം. നമ്മൾ ഈ ഒരു വലിപ്പത്തിനാണ് ചെയ്യുന്നത്. ഇതുപോലെ എല്ലാം നമുക്ക് ഇതുപോലെ ആക്കിയെടുത്തിട്ട്
നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തിയിട്ട് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല സൂപ്പറായിട്ട് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചായക്കും കാപ്പിക്കും ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. അല്ലാതെ നമുക്ക് ഇത് കഴിക്കാം, നല്ല അടിപൊളിയാണ്. നമ്മൾ കട്ട്ലേറ്റ്, ചിക്കൻ കട്ട്ലേറ്റോ മട്ടൻ കട്ട്ലേറ്റോ അങ്ങനെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇത് ചക്കക്കുരു കൊണ്ട് നമ്മൾ ചെയ്തതാണ്. ഇത് വളരെ രുചിയാണ്, നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പം വളരെ സിമ്പിളായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇനി നന്നായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു തട്ടത്തിലേക്ക് ഇതിനെ മാറ്റാം. ഇതുപോലെ എല്ലാ കട്ട്ലേറ്റും നമ്മൾ റെഡിയാക്കി എടുത്തിട്ട് നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ഡിഷാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് വരുന്നവരെയും എല്ലാവർക്കും ബൈ ബൈ.